ഗർഭിണികളും കുട്ടികളും ചോര കണ്ടാൽ തല കറങ്ങുന്നവരും മാംസാഹാരം കഴിക്കുന്നവരും ദയവ് ചെയ്ത് ഈ സിനിമ കാണരുത്. ഈ വർഷം കണ്ടതിൽ വെച്ച് എന്നെ ഏറ്റവും കൂടുതൽ അസ്വസ്ഥതപ്പെടുത്തിയ സിനിമകളിലൊന്ന്, രാജ്യം മുഴുവനും ഞെട്ടലുണ്ടാക്കിയ ഉത്തർപ്രദേശിലെ നോയിഡയിൽ 2006 നടന്ന ഇതാരി കൂട്ടക്കൊലയെ പറ്റിയുള്ള ഒരു സിനിമ. 12th ഫെയിൽ എന്ന സിനിമയിലൂടെ നമ്മളെല്ലാം പ്രിയങ്കരനായി മാറിയ വിക്രാന്ത് മാസി വില്ലനെ അഭിനയിച്ച ഒരു സിനിമ. അതെ, നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വർഷം ഇറങ്ങിയ വിക്രാന്ത് മാസി സീരിയൽ കില്ലറായി അഭിനയിച്ച സെക്ടർ 36 എന്ന സിനിമയെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ബാക്ക് ടു ബാക്ക് ഇത്ര നല്ല ഹിറ്റ് കിട്ടി കരിയറിന്റെ ടോപ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ വിക്രാന്ത് മാസി അഭിനയം നിർത്താൻ പോകുന്നു. എന്തൊക്കെ തന്നെയായാലും പുള്ളിയെ എല്ലാവരും ഓർക്കാൻ തക്കവണ്ണം നല്ല അടിപൊളി കഥാപാത്രങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് പുള്ളി സിനിമാ ലോകത്തോട് വിട പറയുന്നത്. ഇനി കഥയിലേക്ക് വരികയാണെങ്കിൽ, സെക്ടർ 36 എന്ന ചേരിയിലെ സ്ത്രീകളെയും കുട്ടികളെയും ദിവസവും കാണാതാകുന്നു. അവിടെയുള്ളവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും അവരാരും തന്നെ അത് തിരിഞ്ഞു നോക്കുന്നില്ല. അവരെല്ലാം ചേരി നിവാസികളായതുകൊണ്ട് തന്നെയാണ് അവരൊന്നും തിരിഞ്ഞു നോക്കാത്തത്. എന്നാൽ ആ സ്റ്റേഷനിലുള്ള എസ്ഐയുടെ വീട്ടിൽ തന്നെ ഇതേ സംഭവം നടക്കുന്നു. അയാളുടെ മകളെ ആരോ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. ഇനിയും